നാം എല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്ത് കാത്തിരുന്ന പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞ് 2 മാസക്കാലം ഞാനും നിങ്ങളും ദുആ ചെയ്ത് കാത്തിരുന്ന വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. അതിൻ്റെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10. ഇപ്പൊ അവസാനത്തെ 10ലാണ് ഞാനും നിങ്ങളുമുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യം പറഞ്ഞാൽ ഈ വിശുദ്ധമായ റമളാൻ മാസം ഒരാഴ്ച പോയതുപോലെയുണ്ട്. എനിക്കുള്ള ഫീലിംഗ് അതാ. നമ്മളിലേക്ക് കടന്നു വന്നു. വളരെ പെട്ടെന്ന് തന്നെ റമളാൻ നമ്മളിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുകയാണ്. അവസാനത്തെ വെള്ളിയാഴ്ചയും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളാണോ അതോ അവസാന ദിവസമാണോ എന്നറിയില്ല. അള്ളാഹു 30 നോമ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ആമീൻ പറ ചങ്ങായിമാരെ. അള്ളാഹു 30 നോമ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യത്തെ 10 ദിവസം അള്ളാഹു നമുക്ക് നൽകിയത് സ്വർഗത്തിൽ പോകാനോ പാപം കഴുകാനോ ഒന്നും ആയിരുന്നില്ല. ആദ്യത്തെ 10 ദിവസം അള്ളാഹു നൽകിയത് അള്ളാഹുവിന്റെ കരുണ ആർക്കാണോ വേണ്ടത് അത് വാങ്ങിക്കൊള്ളണം. രണ്ടാമത്തെ 10 നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ കഴുകാൻ തന്നു. ഇപ്പൊ അവസാനത്തെ 10 നരകത്തിൽ നിന്ന് കരകയറി സ്വർഗത്തിലേക്കുള്ള സീറ്റ് ഉറപ്പിക്കണം. ഇങ്ങനെ 10 ദിവസമായിട്ടാണ് അള്ളാഹു റമളാനിനെ നമുക്ക് നൽകിയത്. അപ്പൊ ഇന്ന് 25ാമത്തെ നോമ്പ് പിടിച്ചുകൊണ്ട് ഈ മജ്ലിസിൽ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, ഈ 24 ദിവസം കൊണ്ട് നമുക്ക് എന്ത് നേടാൻ പറ്റി? അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയോ, മഗ്ഫിറത്ത് കിട്ടിയോ, നരകമോചനം നേടിയെടുക്കാൻ കഴിഞ്ഞോ? ഇതിനെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുകയാണ് വേണ്ടത്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കും, സിറാജ് ഇപ്പൊ എന്താ റഹ്മത്ത് 10 ദിവസമേ ഉള്ളോ, മഗ്ഫിറത്ത് 10 ദിവസമേ ഉള്ളോ, ഇപ്പൊ എന്തേ കിട്ടില്ലേ എന്ന്. എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ, നമ്മുടെ നാട്ടിൽ കല്യാണ വീട്ട്, ഒരു കല്യാണത്തിന് വിളിച്ച് കല്യാണ വീട്ടിൽ പോയാൽ രാവിലെ 8 മണി മുതൽ ഒരു 10:30 വരെ കാപ്പിയുടെ സമയമാണ്. നല്ല പൊറോട്ടയും സാമ്പാറും ദോശയും ചമ്മന്തിക്കറിയും എല്ലാം കിട്ടും. ഒരു 11 മണി കഴിഞ്ഞ ഉച്ചയ്ക്ക് 3 മണി വരെ നല്ല ബിരിയാണിയുടെ സമയമാണ്. നോമ്പുകാരോട് ഇനി ബിരിയാണിയുടെ കാര്യം പറഞ്ഞെന്നാരും ചിന്തിക്കണ്ട, ഞാൻ ഉദാഹരണം പറഞ്ഞതാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വൈകുന്നേരം 3 മണി കഴിഞ്ഞാൽ പിന്നെ കാപ്പിയുടെ സമയമാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരാൾ കല്യാണ വീട്ടിൽ 1 മണിക്ക് ചെന്നു. 1 മണിക്ക് ചെന്നിട്ട് പറയുക, എനിക്ക് ആ രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറും വേണമെന്ന് പറഞ്ഞ അവര് പോയി അടുക്കളയിലൊക്കെ തെരഞ്ഞു നോക്കും. എവിടെങ്കിലും ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് തരും. ഇത്ര പരിഗണനയെ ഉണ്ടാകത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ പരിഗണനയല്ലേ ഉണ്ടാകത്തുള്ളൂ. കാരണം നീ ചോദിച്ചത് എപ്പോഴാ? ബിരിയാണിയുടെ സമയത്താ നീ കാപ്പി ചോദിക്കുന്നേ. ഇതൊരു ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറഞ്ഞതാ. ആദ്യത്തെ 10 ദിവസം അള്ളാഹുവിന്റെ കരുണ മാത്രം ചോദിച്ചു വാങ്ങാൻ തന്നു. 2 പാപം കഴുകാൻ 10 തന്നു. ഇപ്പൊ നരകത്തിന്റെ തീയിൽ നിന്ന് കേറി രക്ഷപ്പെട്ടോ, സ്വർഗത്തിൽ ഉറപ്പിച്ചോ സീറ്റ്. ഇതിന് അള്ളാഹു നമുക്ക് അവസരം നൽകിയിട്ട് ഈ 24 ദിവസം കൊണ്ട് ഞാനും നിങ്ങളും എന്ത് നേടി എന്ന് ഇന്നിവിടെ ഇരുന്ന് ആലോചിക്കണം. നമുക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? നമ്മൾ പട്ടിണി ഇരുന്നത് വെറുതെയാണോ? ഈ റമളാൻ തന്നെ നാളെ നമ്മുടെ മുഖത്തേക്ക് അല്ലാഹു വലിച്ചെറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വെറുതെ ഇരിക്കുന്ന പട്ടിണിയാണോ? നമ്മൾ ഓരോരുത്തരും ഒന്ന് വിലയിരുത്തണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം, ഞാനും നിങ്ങളും പിടിച്ചിരിക്കുന്ന ഈ നോമ്പാകട്ടെ, ഏത് സൽക്കർമ്മമാകട്ടെ, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്താൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഈ പരിശുദ്ധമായ റമളാൻ നാളെ നമുക്ക് അനുകൂലമാണോ എതിരാണോ? നാളെ അള്ളാഹുവിന്റെ പരലോകത്തേക്ക് റമളാൻ മാസം കടന്നു ചെല്ലുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനിനോട് ചോദിക്കും, നിന്നെ എന്റെ അടിമ എങ്ങനെയാണ് പരിഗണിച്ചത്? ആ സമയത്ത് റമളാൻ അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, എന്നെ ഇന്ന രീതിയിൽ പരിഗണിച്ചു, ഞാൻ പോയപ്പോൾ വല്ലാത്ത സ്വീകരണമായിരുന്നു, ഇവന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ എനിക്ക് ഇവൻ സ്ഥാനം തന്നു. പടച്ചവനെ, നോമ്പ് പിടിച്ചു, തറാവീഹ് നിസ്കരിച്ചു, അങ്ങനെ ദിക്റുകളും ഖുർആനുകളുമായി സദഖകളുമായി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇവൻ എന്നെ ആദരിച്ചു, എന്നെ ബഹുമാനിച്ചു, എന്നെ പരിഗണിച്ചു. അവസാനം ഞാൻ ഇവന്റെ വീട്ടിൽ നിന്ന് പിരിയുമ്പോ ഇവന്റെ വാപ്പ മരിച്ചപ്പോൾ ഇവനുണ്ടായ വേദന പോലെ
ഇവന്റെ പ്രിയപ്പെട്ട മാതാവ് മരിച്ചതിനേക്കാളും സങ്കടത്തോടെ ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കൾ മരിച്ചാൽ ഒരു മാതാവിനും പിതാവിനും ഉണ്ടാകുന്ന വേദനയോടെ എന്നെ പിരിയാൻ കഴിയാത്ത സങ്കടത്തിലാണ് ഇവൻ എന്നെ യാത്രയാക്കിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാളെ പരിശുദ്ധമായ റമളാൻ മാസം അല്ലാഹുവേ പടച്ചവനെ ആ മാസത്തെ ആദരിച്ചവരെ സ്വർഗ്ഗം കൊടുക്കണേ എന്ന് അല്ലാഹുവിനോട് അവിടുന്ന് ശഫാഅത്ത് ചെയ്യുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കുകയാണ്, പടച്ചവനെ ഒരുപാട് ഈ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ പാപം പൊറുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് പരിശുദ്ധമായ റമളാൻ നമ്മുടെ കൈപിടിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ സന്നിധിയിൽ കടന്നു ചെന്നിട്ടു, അല്ലാഹുവേ ഇവന് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ എന്ന് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമോ? അതോ പടച്ചവനെ ഇവൻ എന്നെ ആദരിച്ചില്ല, ബഹുമാനിച്ചില്ല, പരിഗണിച്ചില്ല, എനിക്ക് നൽകേണ്ട സ്ഥാനങ്ങൾ നൽകിയില്ല, അതുകൊണ്ട് പടച്ചവനെ ആർക്ക് സ്വർഗ്ഗം കൊടുത്താൽ ഇവന് കൊടുക്കല്ലേ അല്ലാ എന്ന് നരകമിതള അല്ലാഹുവിനോട് നമുക്ക് എതിരായി റമളാൻ പറയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, ഇന്നത്തെ ഇഫ്താറിലും ദുആയിലും പങ്കെടുക്കാമെന്നവരോട് പറയുകയാ, പടച്ചവനെ നബി തങ്ങൾ പറയുന്ന സ്വഹാബാ 6 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു നിങ്ങൾ മാറ്റിവെക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 6 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. 6 കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയാൽ ആ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യണേ. 6 കാര്യങ്ങളിൽ ഒരു കാര്യം ഏതെന്നറിയോ സ്വഹാബാ? തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പശ്ചാത്തപിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പാപം ചെയ്ത് കഴിഞ്ഞാൽ നീ ഉടനെ തന്നെ തൗബ ചെയ്യൂ, നാളെ ചെയ്യാം, മറ്റേനാൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തൗബയെ നീ പിന്തിപ്പിക്കരുത്. കാരണം നബി തങ്ങൾ പറയുകയാണ്, തൗബയെ നിങ്ങൾ പിന്തിപ്പിക്കാൻ പാടില്ല. പടച്ചവനെ, കാരണം മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് നോമ്പ് പിടിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും നമ്മളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ, പാപം ചെയ്യാത്ത ആരുമില്ല. നമ്മളാരും മലക്കുകളല്ല, നമ്മളാരും മഅസൂമീങ്ങളല്ല, എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. ഇവിടെ പടച്ചവനെ 50ഉം 60ഉം 70ഉം 80ഉം വയസ്സുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ് നമ്മളോ. നമ്മുടെ കണക്ക് നമുക്കറിയില്ല. പടച്ചവനെ, ഇന്ന് രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞത് മുതൽ ഈ 3:15 വരെ ഞാനും നിങ്ങളും ചെയ്ത പാപമുണ്ടല്ലോ, കണക്കെടുക്കാൻ പറ്റുമോ? 80 കൊല്ലത്തെ വേണ്ട, 70 കൊല്ലത്തെ വേണ്ട, 60 കൊല്ലത്തെ വേണ്ട, 50 കൊല്ലത്തെ വേണ്ട, ഒരു ദിവസത്തെ വേണ്ട. രാവിലെ 5 മണി മുതൽ ഈ 3:15 വരെ ഞാനും നിങ്ങളും ചെയ്ത പാപമുണ്ടല്ലോ. കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാ. ഇന്ന് ഒരു ദിവസം ചെയ്ത പാപത്തിന്റെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും വർഷക്കാലം ചെയ്ത പാപത്തിന്റെ കണക്കാർക്ക് പറയാനാ? അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഇന്ന് തൗബ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നിങ്ങൾ തൗബയെ പിന്തിപ്പിക്കരുത്. കാരണം മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തെറ്റ് ചെയ്താൽ പശ്ചാത്തപിക്കണം, തൗബ നിങ്ങൾ പിന്തിപ്പിക്കാൻ പാടില്ല.
നാളെ ചെയ്യാം, മറ്റേനാള് ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. മരണം എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ആ സമയത്ത് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ തൗബ പെട്ടെന്ന് ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അള്ളാഹു തൗബ ചെയ്ത് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു തൗബ ചെയ്ത് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണ്ടേ? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണമല്ലോ. ചെയ്യണോ വേണ്ടേ? ചെയ്യണം. അപ്പൊ നിങ്ങളൊക്കെ എപ്പോഴാ മരിക്കുന്നത്? എന്തായാലും മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. അപ്പൊ എപ്പോഴാ മരിക്കുന്നത്? അപ്പൊ എപ്പോഴാണ് മരിക്കുന്നത് എന്ന് എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. ചിലപ്പോ ഈ വന്നിരിക്കുന്ന നമ്മളെല്ലാവരും ഇന്ന് ഈ കാണുന്ന ഓഡിറ്റോറിയത്തിന് പുറത്തിറങ്ങുമോ എന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ കാര്യം എങ്ങനെയാ? ഈ ഇരിക്കുന്ന ആണിന്റെയും പെണ്ണിന്റെയും, എന്റെ ആകട്ടെ നിങ്ങളുടേതാകട്ടെ, ഈ മജ്ലിസിൽ നിന്ന് ഇറങ്ങി പോകുമോ, മയ്യത്ത് കൊണ്ടുപോകുമോ എന്ന് പറയാൻ അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും കഴിയില്ല. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും മരണം നമ്മളെ തേടി വരാം. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുന്നു, ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ തൗബ ചെയ്തിട്ട് പിരിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ല 27-ാം രാവിന് ഉസ്താദെ, 27-ാം രാവിന് അന്നൊരു തൗബ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. ഞാൻ ആലോചിക്കണത് 27-ാം രാവിന് ഇപ്പൊ എന്താ പ്രത്യേകത വല്ലതും ഉണ്ടോ? 27-ാം രാവിന് വല്ല പ്രത്യേകതയുണ്ടോ? എല്ലാം കുളിച്ചൊരുങ്ങി 27-ാം രാവിന് പള്ളിയിൽ പോയിട്ട് ഇന്ന് തൗബയാ വാളിയാ, കുളിച്ചൊരുങ്ങിക്കോ പോകാം. കാരണം എന്തേ? അന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞു കുളിച്ചൊരുങ്ങി പോകാറുണ്ട് വാങ്ങാൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ ഉണ്ട്. 27-ാം രാവ് വരെ നീ ജീവിച്ചിരുന്നാലല്ലേ ഞങ്ങൾ തൗബ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ അങ്ങനെ തന്നെ പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, കാരണം ഞാൻ വഴുതു പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനല്ല, ഞാൻ വഴുതു പറയുന്നത് എനിക്ക് നന്നാകാനാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. ഒരാമീൻ പറ മനുഷ്യന്മാരെ. ഇവിടെ 40 പേരിൽ കൂടുതലുണ്ട്. ഹാഫിളീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, നോമ്പുകാര. ആരുടെയെങ്കിലും ഒരു ആമീ മതി, ഞാൻ രക്ഷപ്പെടാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. അല്ലാതെ എന്റെ വഴുത് കെട്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്കിട്ട് തന്നെയാന്ന്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറയുന്നത്, ഒരാൾ തുണി കഴുകിയാൽ ആദ്യം വെളുക്കുന്നത് കഴുകുന്നവന്റെ കയ്യ, തുണിയല്ല. റിയാസ് മന്നാനി ഉസ്താദ് ഉണ്ടല്ലോ ഇവിടെ പഠിച്ച വിദ്യ. ഇവിടെയൊക്കെ ഉസ്താദിന്റെ ഇത്രയും, ഇവിടുത്തെ ഉസ്താദിന് ഇത്രയും വലിയ ശിഷ്യനുണ്ടെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കാം. അൽഹംദുലില്ലാ, നല്ല വഴുത് പറയേണ്ട ചങ്ങാതിയ. നിങ്ങൾക്കൊരു സ്ഥാപനം ഇല്ലപ്പ. അൽഹംദുലില്ലാ, അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ നിന്ന് പിരിയുമ്പോ എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ ഇന്ന് വരെ ചെയ്തത് മുഴുവനും ഏറ്റുപറഞ്ഞ് കരഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് ഒന്നും എനിക്ക് വേണ്ട. തൗബ ചെയ്യുമോ ഇല്ലേ? ചെയ്യൂന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അള്ളാഹുവെ, ഈ കൈപൊക്കിയവര് എന്ത് നന്മ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒറ്റ കൈപൊക്കിയതിന് പകരം നീ സ്വർഗം കൊടുക്കണേ അള്ളാഹുവെ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഇന്ന് ഈ ഹാഫിളീങ്ങളുടെയും ഈ യതീമായ മക്കളുടെ മജ്ലിസിൽ വെച്ചുകൊണ്ട് അള്ളാഹുവെ നിന്നോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തിട്ട് ഇവിടെ നിന്ന് പിരിയുമെന്ന് തീരുമാനിച്ച ഈ കൈപൊക്കിയ ഞങ്ങളുടെ അവാക്കിബത്ത് നീ നന്നാക്കി തരണേ പടച്ചവനെ. അള്ളാഹുബെ, മരിക്കുന്ന സമയം മലക്കുകൾ സ്വർഗം കാണിച്ചു തരുമ്പോ ആ സ്വർഗം കണ്ട് ഷഹാദത്ത് കരിമ ഉറക്കെ പറഞ്ഞ് ഷഹീദിനെ പോലെ മരിക്കാനുള്ള ഭാഗ്യം ഈ കൈപൊക്കിയവർക്ക് നീ നൽകണേ പടച്ചവനെ. അള്ളാഹുബെ, സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലവും ഈ കൈപൊക്കിയ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. കൈപൊക്കാത്തവനെ നീ നന്നാക്കണേ പടച്ചവനെ. ആമീൻ പറ. പൈസ വല്ലതും ചോദിച്ചോ? വീട് എഴുതി തരാൻ പറഞ്ഞോ? ഇല്ല, ഞാൻ ആകെ പറഞ്ഞത് നീ ചെയ്ത പാപം ഒന്ന് കഴുകാനാ പറഞ്ഞത്. അതിന് മനസ്സില്ലാത്ത ചങ്ങാതിക്ക് പിന്നെ നമ്മൾ നന്നാകാൻ ദുആ ചെയ്യലല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. തൗബ ചെയ്യാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊന്ന് കൈപൊക്കിക്കേ. അപ്പൊ നിങ്ങൾക്ക് കൈപൊക്കാനൊക്കെ അറിയാം അല്ലേ? അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലമാണ് ഞാൻ പറയണേ. ഇന്നീ മജ്ലിസിലിരുന്നു കൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ അൽഹംദുലില്ലാ ഇന്ന് കഴുകി കളയാമെന്ന് തീരുമാനിച്ച നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം. ഇത് പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ മജ്ലിസിൽ ഇന്ന് വിശിഷ്ട അതിഥിയായിട്ട് അൽഹംദുലില്ലാ
അവിടെ കാര്യം കടക്കൽ ഉസ്താദ് പറഞ്ഞോണ്ട് ഇത്രയും നേരം നിങ്ങളുടെ മദ്ഹ പറഞ്ഞോണ്ടിരുന്ന കേട്ടോ. ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൈപൊക്കിയവർക്ക് അല്ലാഹു തരുന്ന 5 പ്രതിഫലം എങ്ങനെ? ഇന്നിവിടെ ഇരുന്ന് തൗബ ചെയ്യാൻ തീരുമാനിച്ചില്ലേ? ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ തീരുമാനിച്ചില്ലേ? ഇവിടെ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യാമെന്ന് തീരുമാനിച്ചവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം നോമ്പുകാരന്റെ പ്രതിഫലമല്ല, പടച്ചവനെ പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറയുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇന്ന് ഈ സദസ്സിലിരുന്ന് കൊണ്ട് തൗബ ചെയ്യാൻ തീരുമാനിച്ചല്ലോ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അതാ നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ലാ യലിജുന്നാർ ബകാ മിൻ ഖസിയത്തില്ലാഹ് ഹത്താ യറുദ്ദുൽ ലബന ഇലൽ റഈ. അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നബി തങ്ങൾ പറയുകയാ, ലാ യലിജുന്നാർ ബകാ മിൻ ഖസിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പള്ളിയിൽ പോകുമ്പോ രണ്ടാമത്തെ ഖുതുബയില് പള്ളിയിലെ ഖതീബ് മിമ്പറിൽ നിന്ന് കൊണ്ട് പറയുന്ന 3 വട്ടം പറയുകയാ, ആ ഒരു കാര്യം മാത്രം എല്ലാ വെള്ളിയാഴ്ചയും 3 പ്രാവശ്യം പറയുകയാ, അല്ലാഹുമ്മ ജിർനി മിനന്നാർ, അല്ലാഹുമ്മ ജിർനി മിനന്നാർ, അല്ലാഹുമ്മ ജിർനി മിനന്നാർ. ആ ഭയാനകമായ നരകമുണ്ടല്ലോ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ച റബ്ബിന്റെ ഭയാനകമായ ആ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ അദാബുകളെ ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഒലിച്ചാൽ അവനെ നരകത്തിൽ കൊണ്ടിട്ടാൽ നരകത്തിന്റെ തീ പോലും അവനെ തൊടില്ല, നരകത്തിന്റെ ശിക്ഷ അവനെ ബാധിക്കില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ എന്താണ് നരകമെന്നറിയുമോ? എന്താണ് നരകമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിഅ്റാജിന്റെ രാത്രിയില് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തിയല്ലോ. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശം കടന്ന് പടച്ച റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് നബി തങ്ങളെ കടന്നു പോയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആകാശത്തിന്റെ കവാടങ്ങൾ കടക്കുമ്പോ മലക്കുകളെ കവാടങ്ങൾ തുറന്നുകൊണ്ട് സ്വീകരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. പ്രവാചകന്മാര് നബി തങ്ങളെ കാത്തു നിൽക്കുകയാണ്. അള്ളാന്റെ റസൂലിനെ ഓരോ ആകാശത്തിന്റെ കവാടങ്ങളിലും കോടാനുകോടി വരുന്ന മലക്കുകള് നബി തങ്ങളെ ആനയിക്കുകയാ, സ്വീകരിക്കുകയാ. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത പുഞ്ചിരിയാണ്. നബി തങ്ങൾ ആകാശത്തിന്റെ കവാടങ്ങൾ കടന്ന് ചെല്ലുമ്പോ അള്ളാന്റെ റസൂല് നോക്കുമ്പോ ഒരു കാഴ്ച കാണുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്, എല്ലാവരും ചിരിക്കുന്നുണ്ട്. പക്ഷേ ഒരേ ഒരു മലക്കു മാത്രം ചിരിക്കുന്നില്ല. ആ മലക്കിനൊരു സന്തോഷമില്ല. തല താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്, തല പോലും ഉയർത്തുന്നില്ല. പേടിച്ച് വിറച്ചവനെ പോലെ നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീൽ, ആരാണ് ജിബ്രീല്? ആ മലക്കാരാണ് ജിബ്രീല്. യാ റസൂലല്ലാഹ്,
അത് മാലിക് എന്ന് പറയുന്ന മലക്കാണ് നബിയേ. എന്തേ ചിരിക്കാത്തത്? അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ട് പോലും നിനക്ക് എന്തേ സന്തോഷമില്ലാത്തത്? ആ സമയത്താണ് മാലിക് എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, വല്ലാത്ത സന്തോഷമുണ്ട് നബിയേ, ഞാൻ ചിരിക്കുന്നുണ്ട് നബിയേ, പക്ഷേ എന്റെ മുഖത്ത് ചിരി വരുന്നില്ല. ഞാൻ ചിരിച്ചാൽ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്, എനിക്ക് തല ഉയർത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് ഖിയാമത്ത് നാൾ വരെ കഴിയില്ല നബിയേ. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സന്തോഷമില്ലാഞ്ഞിട്ടല്ല, അങ്ങയെ കാണണമെന്ന് വല്ലാത്ത കൊതിയായിരുന്നു നബിയേ. എന്തുകൊണ്ടാണ്? മരിക്കുന്ന കാലം വരെ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ മുഖത്ത് നിന്ന് സന്തോഷം നഷ്ടപ്പെട്ടു പോയത്, അവിടെ നിന്ന് ചിരിക്കാൻ കഴിയാത്തത്. അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം ഞാനൊന്ന് കണ്ടുപോയി നബിയേ. ആ നരകം കണ്ടതുകൊണ്ടാണ് ഇനി മരിക്കുന്ന കാലം വരെ എനിക്ക് ചിരി വരൂല, എനിക്ക് സന്തോഷം വരൂല. അത്രയും ഭയാനകമാണ് നരകം, അത്രയും ഭയാനകമാണ് നരകം. പടച്ചവനെ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, 3000 കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ. പടച്ചവനെ, ഉസ്താദന്മാര് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതിയിട്ട് അല്ലാഹനെ പേടിച്ച് നടക്കടാ, ഔറത്ത് മറച്ചുകൊണ്ട് നടക്ക്, അഹങ്കാരികളെ പോലെ നടക്കരുത്. ദുനിയാവിലെ തീയുണ്ടല്ലോ, ആ നരകത്തിലെ തീയിലെ 70 അംശമാണ്. പെണ്ണുങ്ങളോട് പറയുന്ന തലമറയ്ക്കണേ, അല്ലാഹനെ പേടിക്കണേ. നരകത്തിൽ കിടക്കുന്നത് അധികം പെണ്ണുങ്ങളാണ്. നിങ്ങൾ അല്ലാഹനെ ഭയന്ന് നടക്കണമെന്ന് പറയുമ്പോ ഇന്നത്തെ യുവതലമുറ ചോദിക്കുകയാണ്, ഉസ്താദേ പ്രായമുള്ളവരോട് പറ. ഇന്ന് നരകത്തെ കുറിച്ചൊക്കെ പറയുമ്പോ നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ചും നരകത്തിന്റെ തീയെ കുറിച്ചും ഉസ്താദന്മാര് പ്രസംഗിക്കുമ്പോ ചെറുപ്പക്കാര് പറയണത് അത് പ്രായമുള്ളവരോട് പോയി പറ. ഞങ്ങളൊക്കെ വിദ്യാഭ്യാസം കൂടിയവരാ, ഞങ്ങളോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്ന് ചോദിക്കുന്നത് എവിടെയാ നരകം ഇരിക്കുന്നതെന്നാ. ഉസ്താദെ, നിങ്ങൾ പറയുന്നത് അല്ലാഹു നരകം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാ. നരകം ഇരിക്കുന്നത് ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിനടിയിലാണോ? എവിടെ ഇരിക്കണേ? ഈ പെൺകുട്ടികളോട് പറയുന്നു, മക്കളെ നിങ്ങളൊക്കെ അല്ലാഹനെ പേടിച്ച് നടക്ക്, തലമറയ്ക്ക്, ശരീരം മറയ്ക്ക്, അല്ലാഹനെ ഭയന്ന് ജീവിക്ക്. നരകത്തിൽ കൂടുതൽ പെണ്ണുങ്ങളാ. അപ്പൊ ചോദിക്ക, ഉസ്താദെ എല്ലാരും സ്വർഗത്തിൽ പോയാ നരകത്തിലും പോകാൻ ആള് വേണ്ടേ? എല്ലാരും അങ്ങ് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നരകത്തിൽ ആരാ പോവാ? നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോക്കോ, ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് തന്നെ പോവാ. നിങ്ങളൊക്കെ എത്ര വഴുതു പറഞ്ഞാലും നമ്മളും മാറൂല. എന്റെ കുട്ടികളെ ചോദിക്കുന്നത് എവിടെയാണ് നരകമെന്നാ. എന്റെ പൊന്നാര സഹോദരിമാരെ, ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കോ? എല്ലാരും അവരുടെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമല്ലോ. പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ കൊള്ളുമ്പോ പഠിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് നരകം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ആ നരകത്തെ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലേക്ക് അല്ലാഹു കൊണ്ടുവരുമല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിന്റെ മുമ്പിലേക്ക് അല്ലാഹു നരകത്തെ കൊണ്ടുവരുമല്ലോ. എപ്പോഴാണ് കൊണ്ടുവരുന്നത്? പടച്ചവന് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുകയാ. പടച്ചറപ്പിന്റെ കോടതിയിൽ എല്ലാവരും നിൽക്കുമ്പോ അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെല്ലുകയാ. മാലിക്കേ, കൊണ്ടുവരാൻ പറയുകയാ. അല്ലാഹുവിന്റെ നരകത്തെ കൊണ്ടുവാ, എല്ലാവരും ഒന്ന് കാണട്ടെ. അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തെ കൊണ്ടുവരാ പറയുമ്പോ ആ മലക്ക് തന്നെ ചോദിക്കുന്നു, ജിബ്രീൽ, എങ്ങനെയാ ജിബ്രീല്, എങ്ങനെയാ കൊണ്ടുവരുന്നത്? ജനങ്ങൾക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. അല്ലാഹുവിന്റെ കൽപ്പനയാ, അല്ലാഹുവിന്റെ കൽപ്പനയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, തന്റെ അനുയായികളെ വിളിക്കുകയാണ്, മലക്കുകളെ വിളിക്കുകയാണ്. ചങ്ങലയെടുത്തുകൊണ്ടുവാ, ചങ്ങലയെടുത്തുകൊണ്ടുവാ, നരകത്തെ കൊണ്ടുവരാറ്. പടച്ചവനെ, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ പോയി 70,000 ചങ്ങലയെടുക്കുകയാ.
70,000 ചങ്ങല. പടച്ചവനെ, ചങ്ങലയുടെ വലുപ്പമല്ല, ചങ്ങലയിലെ കൊളുത്തുണ്ടല്ലോ, ആനയെ കെട്ടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ, കൊളുത്തുകൾ ചേർത്ത് ചേർത്ത് വെച്ചാണ് ചങ്ങല ഉണ്ടാക്കുന്നത്. ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലയില് ഒരു കൊളുത്തിന്റെ വലുപ്പമുണ്ടല്ലോ. ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഈ കാണുന്ന ലോകമുണ്ടല്ലോ, ഈ ലോകത്തിനെക്കാളും വലുപ്പമുണ്ട് നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തിന്. ഇതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ 70,000 ചങ്ങലകൾ കൊണ്ടുവരികയാ, നരകത്തെ ബന്ധിപ്പിക്കുകയാ. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ, ഓരോ ചങ്ങലയിലും ഇൻഷാ അല്ലാഹ് നിസ്കാരം നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം. പ്രസംഗം കഴിഞ്ഞിട്ട് ഒരുമിച്ച് നിസ്കരിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരും പരലോകത്തേക്ക്. ഈ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഇത് എവിടെയാണെന്ന് ചോദിച്ച ചങ്ങാതിമാരുണ്ടല്ലോ, അവരിങ്ങനെ കാണും ഈ നരകത്തെ. ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ അവര് തന്നെ അള്ളാഹുവിനോട് പറയുകയാണ്, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അള്ളാഹുവിനോട് പറയുന്ന, പടച്ചവനെ, നരകം കണ്ടു തമ്പുരാനെ, ആഴം കണ്ടു, വലുപ്പം കണ്ടു, തീ കണ്ടു, എല്ലാം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു പടച്ചവനെ. ആ നരകത്തെ അള്ളാഹു നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും. ആ സമയത്ത് അള്ളാഹിനോട് പറയും അത്രേ, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അള്ളാഹുവേ, പടച്ചവനെ, എല്ലാം വിശ്വാസമായി റബ്ബേ, കണ്ടുകൊണ്ട് കണ്ടു, ചെവി കൊണ്ട് കേട്ടു അള്ളാഹുവേ, അതുകൊണ്ട് ഫർജിഅനാ, ഒരവസരം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുന്നു, നമ്മൾ ഈ റമദാനിന്റെ അവസാന 10 ദിവസം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അള്ളാഹുവേ, നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്ത്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും എളുപ്പ വഴി കരയല. നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, അള്ളാഹിനെ പേടിച്ചുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ നാളെ അള്ളാഹു പിടിച്ചു നിർത്തിയിട്ട് എണ്ണി എണ്ണി ചോദിക്കുമോ എന്നുള്ള ഒരു ഭയമുണ്ടല്ലോ. ആ ഭയന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ അദാബുകളെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, ലാ യലിജുന്നാർ ബകാ മിൻ ഖശിയത്തില്ലാഹ്.
ഒരിക്കലും നരകത്തിന്റെ തീ നിന്നെ തൊടില്ല. ഒരു കാലത്തും അല്ലാഹു നിന്നെ നരകത്തിലിടൂല. എന്നിട്ട് നബി തങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണ്. ഉദാഹരണ സഹിതമാണ് പറയുന്നത്. ഏതുപോലെ എന്നറിയുമോ? ഹത്താ യറുദ്ദുൽ ലബന ഇലൽ റഈ. ഒട്ടകത്തിന്റെ അകടിൽ നിന്ന് പാല് കറക്കുകയാണ്. പാത്രത്തിലേക്ക് പാല് കറന്നൊഴിച്ചു. ആ പാത്രത്തിൽ വീണ പാലുണ്ടല്ലോ, അത് അകടിലേക്ക് തിരിച്ചു പോകാത്ത കാലത്തോളം അല്ലാഹുവിനെ ഭയന്ന് കരഞ്ഞവനെ, നിന്നെ നരകത്തിന്റെ തീ തൊടില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ പ്രതിഫലമെന്ത്? രണ്ടാമത്തെ പ്രതിഫലമെന്ത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി വറജുലുൻ ദക്കറല്ലാഹു ഖലിയാ വഫാലത ഐനാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? രണ്ടാമത്തെ പ്രതിഫലം എന്താണ്? പടച്ച റബ്ബേ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുകയാണ്. ഖബറിനകത്ത് കിടക്കുന്നവർ, ഭൂമിയുടെ അടിയിൽ കിടക്കുന്നവർ എല്ലാവരും എഴുന്നേൽക്കുകയാണ്. മുക്കുന്നം പള്ളിയുടെ ഖബർസാൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്ത, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം മുടിതുണിയില്ലാതെ നഗ്നരായിട്ട് പേടിച്ചു വിറച്ചുകൊണ്ട് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. റബ്ബേ, ഇന്ന് ഈ ഫാനിന്റെ ചുവട്ടില് നമ്മളിവിടെ ഇരിക്കുമ്പോ, വയല് കേൾക്കാൻ നടന്നു വരുമ്പോ, ഈ 4 മണി സമയത്ത് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. വല്ലാത്ത ചൂട്, ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുകയാണ്. വല്ലാത്ത പ്രയാസമാണല്ലോ ഉസ്താദേ, വല്ലാത്ത ചൂടാ, വല്ലാത്ത ചൂടാ എന്ന് പറയുന്ന മുസ്ലിമേ, ഈ 4 മണി സമയത്ത് ആ റോഡിലൊന്ന് ഇറങ്ങി നിന്നാ നീ തളർന്ന് താഴെ വീഴുകയാ. സൂര്യൻ നിൽക്കുന്നത് 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ്. അതിന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. വിയർപ്പ് നിനക്ക് ബുദ്ധിമുട്ടാണ്. എങ്കിൽ ചൂട് ഇവിടെയൊന്നുമല്ല. ചൂടൊക്കെ എവിടെയാണെന്നറിയോ? ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. എന്റെ പ്രിയപ്പെട്ടവരെ, ചുമന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടല്ലോ? അത് എങ്ങനെയാണ് ചുമന്ന നിറമായത്? അത് അടുക്കി വെക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ? ആ ചൂളയുടെ അടുത്തു പോകാൻ എന്ത് പ്രയാസമാ. ആ ചൂളയൊന്നും ഒന്നുമല്ല വാപ്പാ. ചെറുപ്പക്കാരാ, കടക്കലിൽ നിന്ന് കാളവണ്ടി ചുമട് വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ? ആ കാളയുടെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാണ്. കണ്ടിട്ടുണ്ടല്ലോ മോനെ? അള്ളാന്റെ പരലോകത്ത് മനുഷ്യന്മാരുടെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാ. പെങ്ങളെ, അടുക്കളയിൽ ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് തിളച്ചു മറിയുന്നത് കാണുന്നവളല്ലേ? എങ്കില് പെങ്ങളെ, അള്ളാടെ കോടതിയില് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാറുണ്ട്. യാ വൈലതാ, യാ ഹസ്രതാ,
എന്ന് നിലവിളിക്കുന്ന ഒരു ദിവസം ഉടുതുണിയില്ലല്ലോ, ആണും പെണ്ണും വസ്ത്രം ധരിച്ചിട്ടില്ല, ചെരുപ്പില്ല. ചെമ്പിന്റെ തറയില് 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, അന്ന് ഒരു ചാണ് മുകളില്, തലയുടെ ഒരു ചാണ് മുകളില് അള്ളാഹു സൂര്യനെ ഇങ്ങനെ ഇറക്കുമല്ലോ. ആ പരലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് പരലോകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മഹദി ആയിഷ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി കരഞ്ഞ് തളർന്നു കിടക്കുകയാണ്. നബി തങ്ങൾ ഓടിച്ചെന്നോ ആയിഷാനെ പൊക്കിയെടുത്തു, മടിത്തട്ടിൽ കിടത്തി വെള്ളമെടുത്തു കൊണ്ടുവന്ന് ആയിഷയുടെ വായിലേ കുടിച്ചു കൊടുത്തു. എന്തു പറ്റി ആയിഷ, എന്തു പറ്റി ആയിഷ? യാ റസൂലല്ലാഹ്, അങ്ങ് പരലോകത്തെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ പേടിച്ച് കരഞ്ഞതാണ് നബിയേ. ചെറിയ പ്രായമാണല്ലോ, തളർന്നു കിടക്കുന്ന ഭാര്യയുടെ കണ്ണുനീര് തുടയ്ക്കുകയാണ്, വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആയിഷ ബീബി ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്നെ വല്ലാത്ത ഇഷ്ടമാണോ നബിയേ? സ്നേഹമുണ്ടോ നബിയേ? ഇഷ്ടമാണ് ആയിഷ, സ്നേഹമാണ് ആയിഷ, നീ എനിക്ക് ജീവനാണ് ആയിഷ. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെ നിന്ന് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റു പരലോകത്ത് വരുമ്പോ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അള്ളാഹുവിന്റെ മസ്റയിലേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം കാണിക്കുമോ നബിയേ? എന്നെ കൈപിടിക്കുമോ നബിയേ? എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ നബിയേ? അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന നബി തങ്ങളെ കരയുകയാണ്. അതുവരെ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ടടങ്ങളെ നിറഞ്ഞു ഒഴുകുകയാ. എന്തേ നബിയേ, എന്തു പറ്റി നബിയേ? ആയിഷ, വല്ലാത്ത ചോദ്യമായി പോയി ആയിഷ, ഒരു വല്ലാത്ത ചോദ്യമായി പോയി ആയിഷ. പെങ്ങളെ, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്നവരല്ലേ നിങ്ങൾ ആ വേദന അനുഭവിച്ചവരാണല്ലോ, അത് വല്ലാത്ത വേദനയാണല്ലോ. എങ്കിൽ എന്റെ പെങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ കോടതിയിലെങ്ങാണ് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ, ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല ഉമ്മ, അറിയാതെ പ്രസവിച്ചു പോകും, അറിയാതെ പ്രസവിച്ചു പോകും. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ആയിഷ സലാസത്തുൻ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 3 സ്ഥലമുണ്ട് ആയിഷ, 3 സ്ഥലമുണ്ട് ആയിഷ. ആ 3 സ്ഥലങ്ങളിൽ ജനങ്ങൾ എത്തിക്കഴിഞ്ഞ വാപ്പ തിരിഞ്ഞു നോക്കൂല, ഉമ്മ തിരിഞ്ഞു നോക്കൂല, മക്കള് തിരിഞ്ഞു നോക്കൂല, കൂടപ്പറപ്പ് തിരിഞ്ഞു നോക്കൂല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരാളും തിരിഞ്ഞു നോക്കില്ല. ആ പരലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയില് ചെമ്പിന്റെ തറയില് ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും നിൽക്കുമ്പോ ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. എവിടെയാണ് തണലെന്നറിയോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനത്തിന്റെ താഴെയാ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെ. അവിടെ മാത്രമേ തണലുള്ളൂ, അവിടെ മാത്രമേ തണലുള്ളൂ. ആ തണലുള്ള ആ ദിവസമുണ്ടല്ലോ, അല്ലാഹുവേ
അല്ലാഹു വിവിഐപികളെ വിളിക്കുകയാണ്. 7 വിവിഐപികള്, 7 വിവിഐപികള്. നിങ്ങൾ വെയിൽ കൊള്ളേണ്ടവരല്ല, നിങ്ങൾ പ്രയാസം അനുഭവിക്കേണ്ടവരല്ല. 7 വിഭാഗം ആൾക്കാരെ അല്ലാഹു വിളിക്കുകയാ. എന്നിട്ട് ഇരിപ്പിടം കൊടുക്കുകയാണ്, സിംഹാസനത്തിന്റെ താഴെ ഇരിപ്പിടം കൊടുക്കുകയാണ്. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലി വറജുലുൻ ദക്കറല്ലാഹു ഖാലിയാ വഫാലത്ത് ഐനാ. നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ സദസ്സിലിരുന്നു കൊണ്ട് അള്ളാന്റെ ശിക്ഷകളെ കുറിച്ച് ഓർത്തിട്ട് ഇന്ന് ഈ സദസ്സിലിരുന്നു കൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെയൊക്കെ കണ്ണിൽ നിന്നൊലിപ്പിച്ച ഒന്ന് കരയാൻ പറ്റുമോ? ഒന്ന് കരയാൻ പറ്റുമോ? ഒരു തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്നൊലിപ്പിച്ച അള്ളാഹു നാളെ പരലോകത്ത് പടച്ചവനെ എവിടെ വെച്ചാണ് അള്ളാഹു നിന്നെ തെരഞ്ഞെടുക്കുന്നതെന്നറിയോ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യഅ്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും സുലൈമാൻ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും യഹ്യാ നബിയും ഈസാ നബിയും എല്ലാ പ്രവാചകന്മാര്, അവരുടെ സമുദായം, അവിടുത്തെ സമുദായം, അല്ലാഹുവിന്റെ പ്രവാചകര്, നബിതങ്ങളുടെ ഭാര്യമാര്, നബിതങ്ങളുടെ മക്കള്, അവിടുത്തെ സ്വഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ നാട്ടുകാര്, നിന്റെ കൂട്ടുകാര്, നിന്റെ കുടുംബക്കാര്, കോടാനി വരുന്ന ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോ ഈ കൈപൊക്കി അല്ല നിന്നെ വിളിക്കുകയാണ്. വാടാ സിറാജ്, വാടാ സിറാജ്. വെയിൽ കൊള്ളേണ്ടവനല്ല, പ്രയാസപ്പെടേണ്ടവനല്ല, നീ എന്നെ ഓർത്ത് കരഞ്ഞവനാ, എന്നെ പേടിച്ച് കരഞ്ഞവനാ. അതുകൊണ്ട് വറജുലുൻ ദക്കറല്ലാഹു ഖാലിയാ വഫാലത്ത് ഐനാ. അല്ലാഹുവിന്റെ അർശിന്റെ താഴെ അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും പേര് ഇവിടെ ഇരിക്കണം. ഈ സ്റ്റേജിനകത്ത് കയറിയിരിക്കാൻ ആരെ കൊണ്ടും പറ്റും? നിങ്ങളിൽ ആർക്ക് വേണമെങ്കിൽ ഇവിടെ കയറിയിരിക്കാം, ഒന്നും വേണ്ട. പക്ഷെ ഇതിലൊന്നും കാര്യമില്ല. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരും അവരുടെ സമുദായവും എല്ലാവരും നിൽക്കുന്ന അള്ളാന്റെ കോടതിയിൽ അല്ല വിളിക്കും ഓരോന്നിനെ. വാ ആയിഷ, വാ ഖദീജ, വാ സിറാജ്, വാ അബൂബക്കറെ, നീ വാ, നീ നിൽക്കേണ്ടവനല്ല, വാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അർശിന്റെ താഴെ അള്ളാഹു ഒരു സ്ഥാനം കൊടുക്കും 7 പേർക്ക്. 7 പേർക്ക്. ആ 7 പേരിൽ ഒരാൾ ആരെന്നറിയുവോ? ഇന്നിവിടെ ഇരുന്ന് കരയുന്നവനാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം അവരാ. 3 അസർ നിസ്കരിച്ചിട്ടില്ല, നിർത്തണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 3 എണ്ണം പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ബോറടിക്കണുണ്ടാ? നോമ്പ് പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന അവസ്ഥ എന്താന്ന് നമുക്ക് അറിയത്തുള്ളൂ. നോമ്പ് പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതിന്റെ അവസ്ഥ എന്താണ് നമുക്ക് അറിയത്തുള്ളൂ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അപ്പൊ എല്ലാരും ഇപ്പൊ എങ്ങനെയാണല്ലോ കാലങ്ങൾ, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. മാഷാ അല്ലാഹ്, പേടിയാ ലൈവൊക്കെ, ഒന്നും പറയാൻ പറ്റാത്ത. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, 3ാമത്തെ വിഭാഗം അള്ളാഹു നിങ്ങൾക്ക് തരുന്ന 3ാമത്തെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ നബിതങ്ങൾ പറയാ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുക. എല്ലാരും അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുകയാ. ഒരാളെ ഇങ്ങനെ നരകത്തിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്നുണ്ട്. നരകത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകുമ്പോ ആ മനുഷ്യൻ ദുനിയാവിൽ വെച്ച് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ. ഇന്ന് നിങ്ങൾ ഈ മജ്‌ലിസിലിരുന്ന് ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞാൽ ആ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീര് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഇത് വരും.